കൂട്ടുകാരെ, നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ചോര കണ്ണുകളും കൂത്ത കൊമ്പലുകളും തൂങ്ങിയാടുന്ന ചെവികളുമുള്ള ഭൂതത്തിനെ. അങ്ങനെ ഒരു ഭൂതത്തിന്റെയും സ്വന്തം പ്രാണനേക്കാളും നേരെ തന്റെ ഉണ്ണിയെ സ്നേഹിക്കുന്ന ഒരു നങ്ങിയലയുടെയും കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നങ്ങിയലയും ഭൂതവും. പണ്ട് ഒരു പാറക്കെട്ടിനടിയിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപോക്കരെയെല്ലാം വഴി തെറ്റിച്ചു കൊണ്ടുപോകലായിരുന്നു അവന്റെ പതിവ്. പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട പലതും ആശപ്പെടുമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു നമ്പൂതിരി മൃഷ്ടാന ഭക്ഷണം കഴിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് പൂമരത്തിന്റെ ചുവട്ടിൽ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നത്. നമ്പൂതിരിക്ക് സന്തോഷമായി. നമ്പൂതിരി വേഗം സ്ത്രീയോട് കുശലാന്വേഷണം നടത്തി. അവർ രണ്ടുപേരും ആ മല കയറാൻ പോയി. പിന്നെ ആരും ആ നമ്പൂതിരിയെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ കുന്നിൻ ചെരുവിലെ നങ്ങേലിയുടെ മകൻ എഴുത്തു പഠിക്കാൻ പോയത് തങ്കക്കുടം പോലെയുള്ള കുട്ടിയെ കണ്ടപ്പോൾ ഭൂതത്തിനൊരാശ. എന്തുകൊണ്ട് ആ കുട്ടിയെ തനിക്ക് വളർത്തിക്കൂടാ? ഭൂതം ഒരു പെൺകിടാവിന്റെ വേഷത്തിൽ വന്ന് ഉണ്ണിയെ കൊണ്ടുപോയി. സന്ധ്യ മയങ്ങിയിട്ടും തന്റെ ഉണ്ണിയെ കാണാതെ നങ്ങേലി വിഷമിച്ചു മലമുകളിലേക്ക് കയറി. അപ്പോഴാണ് അതുവഴി ചാത്തൻ വന്നത്. നങ്ങേലി ചാത്തനോട് ചോദിച്ചു, ചാത്ത, നീ എന്റെ ഉണ്ണിയെ കണ്ടിരുന്നോ? ചാത്തൻ പറഞ്ഞു, ഓ തമ്പ്രാട്ടി, മലമുകളിൽ കളിക്കുന്നുണ്ടായിരുന്നു. കൂടെ ഒരു കൊച്ചമ്പ്രാട്ടിയും ഉണ്ടായിരുന്നു. നങ്ങേലിക്ക് മനസ്സിലായി, മലമുകളിലെ ഭീകരനായ ഭൂതമാണ് തന്റെ ഉണ്ണിയെ കൊണ്ടുപോയതെന്ന്. നങ്ങേലി വിഷമിച്ചു മലമുകളിലേക്ക് കയറി. നങ്ങേലിയെ കണ്ടതും ഭൂതം കൊടുങ്കാറ്റായി വന്ന് നങ്ങേലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ നങ്ങേലി ഒരടി പോലും പിന്നോട്ട് വയ്ക്കാൻ തയ്യാറായില്ല. അങ്ങനെ പല മായാവിദ്യകളും കാട്ടി നങ്ങേലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ നങ്ങേലി പിന്മാറിയില്ല. ഭൂതത്തിനപ്പോൾ ഒരു ഉപായം തോന്നി. ഭൂതം നങ്ങേലിയോട് പറഞ്ഞു, നിങ്ങളുടെ 2 കണ്ണുകളും ചൂർന്നെടുത്ത് എനിക്ക് നൽകിയാൽ നിങ്ങളുടെ ഉണ്ണിയെ ഞാൻ തിരിച്ചു നൽകാം. നങ്ങേലി 2 കണ്ണുകളും ചൂർന്നെടുത്ത് ഭൂതത്തിന് നൽകി. ഭൂതത്തിനപ്പോൾ ഒരു ഉപായം തോന്നി. ഭൂതം വേഗം ഒരു തെച്ചിക്കോല് പറിച്ചെടുത്ത് മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി. എന്നിട്ട് നങ്ങേലിക്ക് നൽകി. നങ്ങേലിക്ക് മനസ്സിലായി ഇത് തന്റെ ഉണ്ണിയല്ലെന്ന്. നങ്ങേലിക്ക് ദേഷ്യം വന്നു. നങ്ങേലി ഭൂതത്തിനോട് പറഞ്ഞു, അല്ലയോ ഭൂതമേ, നിന്നെ ഞാൻ ഇതാ ശപിക്കാൻ പോകുന്നു. പെറ്റമ്മയുടെ ശാപം തനിക്ക് താങ്ങില്ലെന്ന് മനസ്സിലാക്കിയ ഭൂതം ഉണ്ണിയെയും കണ്ണുകളും തിരിച്ചു നൽകി. ഉണ്ണിയെ ഉറപ്പിക്കാനുള്ള ഭൂതത്തിന്റെ വിഷമം കണ്ട നങ്ങേലി വർഷത്തിലൊരിക്കൽ ഉണ്ണിയെ വന്നു കാണാനുള്ള അനുവാദം നൽകി. ഇപ്പോഴും നമ്മുടെ ഓരോ വീടുകളിലും ഭൂതം കയറി ഇറങ്ങുന്നു. ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അമ്മയുടെ സ്നേഹത്തോളം ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. നന്ദി, നമസ്കാരം.